അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു കോണ്ടാക്ട്സോ അല്ലെങ്കിൽ കർമ്മമോ ഒരു എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ എന്നതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് വരണമെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് വിട്ടിട്ട് പിന്നീട് അങ്ങോട്ടൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ആവണം ഈ ഒരു ഇതിലേക്ക് ആ ഒരു റീയൂണിയനിലേക്ക് വരുന്നതും പിന്നെ ഹാപ്പിനെസ് ഉണ്ടാവുന്നതും എന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ ചലഞ്ചസ് ഉണ്ടാവും, ഒരുപാട് ചലഞ്ചസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൾ ട്രൂ ലവ് സോൾ കണക്ഷൻസ് ഇൻവോൾവ് ചലഞ്ചസ് ദാറ്റ് ക്യാൻ ബി ഓവർകം ടുഗദർ. അതായത് നിങ്ങൾക്ക് വീണ്ടും ഒത്തുചേരണമെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഭംഗിയായിട്ടൊന്നും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാം. എ മാരേജ് ഓഫ് സോൾ ഈസ് യൂണിയൻ ഓഫ് ടു ഡിവൈൻ കൗണ്ടർ പാർട്സ് ബ്ലെൻഡിങ് ടുഗദർ. അതായത് ഈ ഒരു വീഡിയോ കാണുന്നതിൽ 80% ഓഫ് ആൾക്കാരും, 80% പറയുന്നതിൽ ഒരു ഓക്കെ 50% ഓഫ് ആൾക്കാരും എനിക്കിവിടെ തോന്നുന്നത് എന്താ പറയാ വേറെ മാരേജ് ചെയ്തവരായിരിക്കും. അവർക്ക് ആ ഒരു മാരേജ് ലൈഫിൽ ഉള്ളിലേക്കാട്ടിയും ഒരു എന്താ പറയാ കുറച്ചൊക്കെ ഒരു ഫീലിങ്സ്, സാറ്റിസ്ഫാക്ഷൻ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തോന്നുന്നുണ്ടായിരിക്കാം. അതേസമയം തന്നെ അവർക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടും ഇതിൽ കാണുന്നുണ്ട്. ഓഫ് കോഴ്സ് മാരേജ് അല്ലാത്തവർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടൊക്കെ കാണുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. യൂണിവേഴ്സ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദ യൂണിവേഴ്സ് ഈസ് ഗൈഡിങ് യു ടു ദാറ്റ് സ്പെഷ്യൽ പേഴ്സൺ അലോ എവറിത്തിങ് ടു ടേക്ക് ഇറ്റ്സ് നാച്ചുറൽ കോഴ്സ്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് യൂണിവേഴ്സ് ആണ്. ഇത് നേച്ചുറലി വന്നു പോയ ഒരു കാര്യമാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഒരു ഒരു നിങ്ങൾ നാച്ചുറലി നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്ട് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും നിങ്ങൾ കൂടുതലും ഇത് വേണോ ഒരു കുറെ നാളും കൂടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ തോന്നുന്നല്ല, അങ്ങനെ ഒന്നും ആയിട്ടല്ല. നിങ്ങൾക്ക് സോളായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അത് മാത്രമല്ല ലേൺ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ലേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈഫിൽ ഇപ്പോൾ ഉള്ള ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ അത് നിങ്ങൾക്ക് എന്തുകൊണ്ടൊക്കെയോ മുഴുവനാക്കാൻ പറ്റാത്തൊരു കണക്ഷൻ ആയിരുന്നു ഇവരുടേത്. ഈ ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ള ഈ ഒരു പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഉള്ള കണക്ഷൻ നിങ്ങൾക്ക് അതൊരു കംപ്ലീറ്റ്നെസ്സിലേക്ക് ചെന്ന് പെടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് കൂടുതലും എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ആയിട്ട് വരാനായിട്ടാണ് ഇതിലേക്ക് ഇപ്പോൾ ഈ ഒരു കോൺട്രാക്ട് പ്രകാരം നിങ്ങൾ ഈ ഒരു ജന്മത്തിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരുപാട് ചലഞ്ചസ്, ഒരുപാട് സ്പിരിച്വൽ അവേക്കണിങ് അല്ലെങ്കിൽ ലേൺ ചെയ്യാനും കുറേയൊക്കെ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കൂടിച്ചേർന്നതു ശേഷമായിരിക്കാം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവുക. ട്രൂ ലവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുക ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കും. ഒരുപാട് വേറെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം മുമ്പ്, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക് ട്രൂ ലവ് എന്നൊക്കെ പറയുന്നത്. ഒരു സോൾ കണക്ഷൻ എന്ന് പറയില്ല, രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമൊക്കെ പറയില്ല. അതായത് രണ്ട് ബോഡിയും ഒരു ആത്മാവും എന്നുള്ള കണക്കായിരിക്കും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല ആ ഒരു പേഴ്സണും ഫീൽ ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെയായിരിക്കും. യുവർ കണക്ഷൻ ഈസ് എറ്റേണൽ ആൻഡ് അൺബ്രേക്കബിൾ ആണ്. കാരണം നിങ്ങൾ എത്ര തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് പോയാലും വീണ്ടും ഇത് തിരിച്ചു വരുന്നതായിട്ട് ഇവിടെ കാണുന്നു. കാരണം പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെയുണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെ എനിക്കിവിടെ വേറൊരു കാര്യം ഒന്നും പറയാനില്ല. ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കാർഡ് തന്നെ നമുക്ക് യൂണിവേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയൊക്കെ നിങ്ങൾ വേറെ വേറെ ഇതിലേക്ക് പോയാലും നിങ്ങൾ വീണ്ടും തിരിച്ചിട്ട് ഈ ഒരു ഇതിലേക്ക് വരുന്നതായിരിക്കും. എത്രയൊക്കെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ടുള്ള ഫാമിലിയിൽ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ചെലവഴിക്കുമ്പോഴും ആ ഒരു ഒന്നുമല്ലാതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ കൂടെ കൂടെ പോകും തോറും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അത് ഒന്നുകൊണ്ടൊന്നല്ല, ചില വ്യക്തികൾക്ക് ഒരു 30% വ്യക്തികൾ ഇവിടെ കാർമിക് ആയിട്ടുള്ളൊരു സംഭവം. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണോട് കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരായിരിക്കാം. നിങ്ങൾ ആ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ റണ്ണർ എന്നൊരു സിറ്റുവേഷനിലായിരുന്നിരിക്കണം. ഈ ഒരു ഇപ്പോൾ ഈ ജന്മത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കാം ചേസ് ചെയ്യുന്ന ആളും മറ്റാള് റണ്ണറും ആയിരിക്കാം. അപ്പൊ ആ ഒരു പേഴ്സണ് നിങ്ങളോടൊരു സ്നേഹക്കുറവ് ഒന്നും ഇല്ല ഇവിടെ. പക്ഷേ
ഇത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തരുന്ന അല്ലെങ്കിൽ സംഭവിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എത്രയൊക്കെ തന്നെയായാലും ഇവിടെ ഒരു ഓവർ സ്നേഹത്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഭൂരിപക്ഷം ഇവിടെ കാണുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് മാരേജ് ഇൻവോൾവ് ആയിട്ട് തന്നെ ഉണ്ട് റിലേഷൻഷിപ്പിൽ. മാരേജ് കഴിഞ്ഞവർക്ക് ആ ഒരു മാരേജ് എന്താ പറയാ, നിങ്ങളുടെ കാർമിക് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു മാരേജ് ലൈഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതായത് മാരേജ് എന്ന് പറയുന്നത് രണ്ട് സോളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ട് നമ്മൾക്ക് തന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡിവൈൻ തന്നെ ഒരുപാട് ചലഞ്ചസുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരിക്കാം. പിന്നെ മൊമെന്റ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. തിങ്ക് ഓഫ് എ സ്പെഷ്യൽ മൊമെന്റ് ദാറ്റ് ബോത്ത് യു മച്ച് ജോയ് വിത്ത് യുവർ പാർട്ട്ണർ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം, നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ചില എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഡ്രീമിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടുന്നതിന് മുമ്പുമായിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഡ്രീമുകൾ കണ്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ട് എന്തോ ഒരു കണക്ഷൻ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം തോന്നിയിട്ടുണ്ടായിരിക്കാം. അതെല്ലാം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷന്റെ ഒരു ഭാഗമായിട്ടാണ്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നൊരു വിധിയാണ്. നിങ്ങൾ ഈ ഒരു വിധി പ്രകാരം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നല്ല, ഉണ്ട് എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം എല്ലാത്തിലും ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ യൂണിവേഴ്സ് കാർഡ് ഇവിടെ കിട്ടിയതുകൊണ്ട് യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ. യൂണിവേഴ്സ് ഈസ് ഗൈഡിങ് യു ടു ദാറ്റ് സ്പെഷ്യൽ പേഴ്സൺ അലോ എവറിത്തിങ് ടു ടേക്ക് ഇറ്റ്സ് നാച്ചുറൽ കോഴ്സസ്. അതായത് ആ ഒരു നിങ്ങളുടെ ഓരോ കാര്യത്തിലും ഇപ്പോൾ നിങ്ങളിപ്പോൾ വഴക്കുണ്ടാവുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് പെട്ടെന്ന് ഇട്ട് തരുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. കാരണം ഇതിൽ നിന്ന് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കുള്ളൊരു സ്പിരിച്വൽ ഗ്രോത്ത്, കർമ്മ റിലീസിങ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൽ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നമുക്കിതിൽ കൂടുതലും വ്യക്തമാവുക എന്തുകൊണ്ടാണ് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ജനറൽ റീഡിങ്ങിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി ആണെങ്കിലും സോളിൻ്റെ രീതിയിലാണെങ്കിലും. ഡിവൈൻ സോൾ കൗണ്ടർ പാർട്ട് അട്രാക്ഷൻ, അതായത് നിങ്ങളുടെ ആ ഒരു സോളുമായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള ഒരു അട്രാക്ഷനും ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിരിക്കും. എല്ലാം തികഞ്ഞ ഒരു ബന്ധം എന്നൊക്കെ പറയില്ലേ. നിങ്ങളിപ്പോൾ വേറൊരു മാരീഡ് ലൈഫിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മാരീഡ് അല്ലാത്തവരായിരിക്കാം, മുൻപ് എത്രയോ പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അവരോടൊന്നും തോന്നാത്ത രീതിയിലുള്ളൊരു അട്രാക്ഷൻ, സോൾ കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ ഓക്കെ കാർഡ് യുവർ സോൾ ഈസ് പ്രിപ്പയറിംഗ് ടു റീകണക്ട്, ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്. അതായത് അവരുടെ സോൾ ഇപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സോൾ നിങ്ങളുമായിട്ട് റീകണക്ട് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ബോധ മനസ്സിന് അറിയുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ സോളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടെലിപ്പതി കോൺവെർസേഷൻസും അല്ലെങ്കിൽ ആ ഒരു സോളുകൾ തമ്മിൽ കണക്ട് ആവാനായിട്ട് ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.